എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അപ്പൊ ഇത്രയും കാലം നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ലൊരു മുഹൂർത്തം തന്നെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾ പറഞ്ഞു ഇന്നറിയും നാളെ അറിയും, ഗീതു ആ സത്യങ്ങളൊക്കെ അറിയും, വിജയലക്ഷ്മി ഗോവിന്ദിന്റെ അമ്മയെന്നുള്ള സത്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ കുറെ ദിവസമായി നമ്മളെ ഇങ്ങനെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നാളെ ആ തെളിവുകളൊക്കെ ഗീതുവിന്റെ കൈകളിലേക്ക് കിട്ടുവാണ്. ഗീതു ആ തെളിവുകളെല്ലാം കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചിരിക്കുന്നു. പിന്നീട് വിജയലക്ഷ്മിയെ കാണാനായിട്ട് ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെ അത്യുഗ്രമായ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ഗീതു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ സമനില തെറ്റിയ പോലെ പ്രിയ നിന്നെ. പ്രിയ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും രഞ്ജുവിനെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണേ. പ്രിയമോളെ നീ എന്തൊക്കെയാ പറയണേ? രഞ്ജുവിന്റെ കാര്യത്തിൽ നീ എന്തിനാ ഇത്ര വാശി പിടിക്കണേ? അവള് ഫ്രണ്ടാന്ന് പറഞ്ഞല്ലോ. എന്ത് ഫ്രണ്ടാളും കുഴപ്പമില്ല, എന്റെ സ്ഥാനം തട്ടിയെടുക്കാണ്ട് ഞാൻ ആരെ അനുവദിക്കില്ല. നിന്റെ സ്ഥാനം തട്ടിയെടുത്തെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഗോവിന്ദേട്ടൻ തന്നെയാ പറഞ്ഞത് അനിയത്തിയാണ്. അത് അനിയത്തിയെ പോലെയാന്നായിരിക്കും പറഞ്ഞ്. അല്ല അങ്ങനെയാന്ന് പറയാണ്. അല്ല നിന്നോട് ഇപ്പൊ ആരാ ഇതൊക്കെ പറഞ്ഞേ? നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുകയാണ് ഈ കാര്യം പറഞ്ഞോണ്ട്. എന്നോട് അമ്മയാ പറഞ്ഞെന്ന് പറയണേ. എന്നോട് അമ്മ പറഞ്ഞല്ലോ ഇവിടെ രഞ്ജുവിനോട് ഭയങ്കര സ്നേഹമാണ്, എന്റെ സ്ഥാനത്ത് രഞ്ജുവിനെ കാണുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ രാധികാമ്മയാണ് കിടന്ന് കളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പാവം പ്രിയമോള് ഈ സമയത്ത് ഇങ്ങോട്ട് ഓടി അടിച്ച് വന്നിരിക്കുന്നത്. പിന്നെ പ്രിയയോട് ചേർത്തിട്ട് പറഞ്ഞു, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, മോളുടെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. ആ വിളിച്ചോണ്ട് വരേണ്ട സമയത്ത് എല്ലാ ചടങ്ങുകളോടും കൂടി തന്നെ നിന്റെ ഗോവിന്ദേട്ടൻ കൂട്ടിക്കൊണ്ട് വരും. നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മുടക്കം വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ നിന്റെ ഗോവിന്ദേട്ടനെ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നില്ലേ? ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഈ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ നിന്റെ ഗോവിന്ദേട്ടനെ അവിശ്വസിച്ചില്ലോ. കാരണം എന്താ? അദ്ദേഹത്തിന്റെ മനസ്സെനിക്കറിയാം. അതുകൊണ്ടാ അധികം വൈകാതെ തന്നെ നീ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ഒരു കാരണവശാലും നീ രഞ്ജുവിനെ കുറ്റപ്പെടുത്തില്ല. അവള് പാവാ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ഒരു കാരണവശാലും നിന്റെ സ്ഥാനമൊന്നും അവള് തട്ടിയെടുക്കില്ല. പിന്നെ നിനക്ക് തരുന്ന സ്നേഹമൊന്നും ഗോവിന്ദേട്ടൻ ഒരിക്കലും കുറയ്ക്കുമില്ല. അതോർത്ത് മോള് പേടിക്കണ്ട. പിന്നെ ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യവും വാശിയും സങ്കടമൊന്നും വേണ്ട കേട്ടോ. വയറ്റിൽ കിടന്ന കുഞ്ഞിനൊരു ദോഷമാണെന്ന് പറയുന്നത്. എന്നാലും ഗീതു ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ മോള് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മോള് മുറി പോയി റെസ്റ്റ് എടുക്കുക, ഒന്നും സംഭവിക്കില്ല. ഗോവിന്ദേട്ടൻ വരട്ടെ. ഗോവിന്ദേട്ടൻ വന്നു കഴിയുമ്പോൾ മോളുടെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറുമെന്ന് പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങോട്ട് വിടുകയാണ്. ഈ സമയത്ത് താഴേക്ക് ഇറങ്ങി ചെന്ന് ഇനിയിപ്പത്തേനും രാധികാമ്മ പറഞ്ഞു, അവൻ പോയേക്കെന്ന് കണ്ടില്ലേ? അവൾ വന്നപ്പോൾ ആ കൂടെ ഇല്ലല്ലോ. എന്തിയെ രഞ്ജു എന്തിയെ നീ ചോദിച്ചില്ലേന്ന് ചോദിക്കണം. എന്തിയെ ഒന്നും പറഞ്ഞില്ല എന്നോട്, കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് അമ്മയോട് പറയണ. അവളെ എങ്ങോട്ടേലും മാറ്റിയതായിരിക്കും ഒരുപക്ഷെ. നീ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും. നീ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കണ്ടു ഗോവിന്ദൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയണേ. അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഗീത ചേച്ചി എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് എന്റെ സ്ഥാനം വേറെ ആരും തട്ടിയെടുക്കില്ലെന്ന്. അത് വെറുതെ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗീത പറഞ്ഞ കാര്യമല്ലേ, അതൊന്നും നീ വിശ്വസിക്കേണ്ടെന്ന് പറയണം. ഇല്ലമ്മ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അധികം വൈകാതെ തന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ പോവില്ലേ. എനിക്ക് ഗോവിന്ദേട്ടൻ വാക്ക് തന്നിരിക്കുന്ന കാര്യം ഒരു കാരണവശാലും എന്റെ ഗോവിന്ദേട്ടൻ വാക്ക് മാറില്ല. എന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം. എന്നോടല്ലാതെ വേറെ ആരോടും അത്ര സ്നേഹമൊന്നും കാണിക്കത്തില്ല. രാധികാമ്മ പിന്നെ പറഞ്ഞ് പിരികേറ്റാൻ നോക്കിയെങ്കിലും അതൊന്നും പ്രിയ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പ്രിയ പറഞ്ഞു, ഞാൻ ചേരം പോയി റെസ്റ്റ് എടുക്കട്ടെ അമ്മേ, എന്തോ വല്ലാത്തൊരു ക്ഷീണം തോന്നണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ്. ഈ സമയം രാധികാമ്മ മനസ്സിൽ കരുതി, എത്രയും പെട്ടെന്ന് കിഷോറിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അവൻ എമൗണ്ട് ചോദിച്ചിട്ടുണ്ട്. അവൻ ചോദിച്ചേക്കുന്ന നിസ്സാര പൈസയൊന്നും അല്ല. ഒരു 9 കോടിയും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അവനെ അങ്ങ് തീർക്കണം. അതാ ഏറ്റവും നല്ലത്. അവനെ തീർത്തില്ലെങ്കിൽ അവൻ ഒരു കാരണവശാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ 9 കോടി കൊടുത്താലും നാളെ വീണ്ടും അവൻ പണം ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാളും നല്ല അവനെ തീർക്കുന്നതല്ലേ. എത്രയും പെട്ടെന്ന് ഒരു കാര്യത്തിന് തീരുമാനം എടുക്കണം. വരുണുമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് മനസ്സ് വിചാരിച്ചു. പിന്നീട് നേരെ വരുണിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. വരുണിന്റെ മുറിയിലേക്ക് എന്താ കാര്യം ചോദിക്കണം. അവൻ നമ്മളെ ചതിക്കുമെന്ന് പറഞ്ഞു. കിഷോർ അല്ല, കിഷോറോ അല്ലെ, എന്താ സംഭവം, എന്നാ കാര്യം ചോദിക്കണം. അപ്പൊ ഒന്നാമത്തേക്ക് അറയ്ക്കൽ കുടുംബത്തില് വരുണും പുറത്താണ്. ആ സമയത്ത് വരുണുള്ള സ്ഥലത്തേക്കാണ് രാധികാമ്മ ചെല്ലുന്നത്. രാധികാമ്മയ്ക്ക് എങ്ങനെയാലും വരുണിനെ ഒന്ന് വീട്ടിൽ കയറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഗോവിന്ദ് സമ്മതിക്കത്തില്ലല്ലോ. വരുണിപ്പോ വാടകയ്ക്ക് പോയൊരു റൂമൊക്കെ എടുത്താൽ താമസിക്കണേ. അപ്പൊ രാധികാമ്മയ്ക്ക് അതിനകത്ത് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്നിട്ടാലും വരുണിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. വരും പറഞ്ഞു, എനിക്ക് ആ വീട്ടിൽ തിരിച്ചു കയറിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അമ്മ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറയാ. എന്ത് ചെയ്യാനാ? നീ ആയിട്ടല്ല ഇങ്ങനത്തെ പൊട്ടത്തരം കാണിച്ചേ. ഇനിയിപ്പം ഞാൻ എന്ത് പറയാനാ? പക്ഷെ അതിനേക്കാളും വലിയ പ്രതിസന്ധിയില്ല ഇപ്പം നമ്മൾ നിൽക്കണമെന്ന് പറയാ. എന്താ കാര്യം? ആ കിഷോറുണ്ടല്ലോ, അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അവൻ എത്രയും പെട്ടെന്ന് പണം കൊടുക്കണമെന്ന് പറയണേ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം.
അമ്മ പേടിക്കണ്ട, അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയാം. ദേ വരണ നിനക്കറിയാലോ, നീ എവിടെ പോയി കൈ വെച്ചാലും അതെല്ലാം അവസാനം ഫ്ലോപ്പായി തന്നെ. ഇതും അങ്ങനെ ആയി പോവരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്ത് തീരുമാനം എടുത്താലും നന്നായിട്ട് ആലോചിച്ചിട്ട് വേണമെന്ന് പറയാം. അമ്മേ, അവൻ പറയുമ്പോൾ അങ്ങനെ പൈസ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അവൻ്റെ കയ്യിൽ ആ വീഡിയോസ് ഉണ്ട്, അത് അവൻ ഡിലീറ്റ് ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ വരണ്ട നാവുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികാമ്മയ്ക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നി. ഈ സമയത്ത് ഗീതു എന്ത് ചെയ്യുവാണ്? പ്രിയ പോയി കഴിഞ്ഞിട്ട് ഗീതു മുഖമൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫയലെല്ലാം കൂടെ അവിടെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ പുറകെ ഫയലിനുള്ളിൽ പേപ്പേഴ്സ് ഒന്നും എടുത്ത് വെച്ചിരുന്നില്ല, എല്ലാം അതിന് പുറത്ത് തന്നെ ഇരുന്നേ. അങ്ങനെ ഗീതു പതുക്കെ അങ്ങോട്ട് ഇരുന്നിട്ട് മുറിയിലിരുന്നിട്ട് ആ പേപ്പേഴ്സുകൾ, ഓരോ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് വെറുതെ നോക്കി നോക്കി അതെടുത്ത് ഫയലിനകത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗോവിന്ദൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ചാമ്പ്യൻഷിപ്പ് നേടി കിട്ടിയതെല്ലാം കണ്ടപ്പം ഗീതുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. വലിയ ആളായിരുന്നു ചെറുപ്പത്തിലെ. ഇപ്പോഴും കുറവൊന്നും ഇല്ലാന്നൊക്കെ മനസ്സിൽ കരുതി ഇങ്ങനെ ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം SSLC ബുക്കായി കിട്ടി. ആഹാ, കൊള്ളാലോ. അങ്ങനെ ഗോവിന്ദന്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം നോക്കി വരുന്നു. അപ്പം മാർക്കൊക്കെ എത്രയുണ്ട് അതറിയാൻ വെറുതെ ഒരു ശുഷ്കാന്തി. അങ്ങനെയാണ് ഗീതു അതെടുത്ത് നോക്കുന്നത്. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേനും ഗീതു പെട്ടെന്ന് ആ കാര്യം കാണുന്നത്. ഫാദറിന്റെ സ്ഥാനത്ത് മാധവനായിരുന്നു കണ്ടു. പക്ഷേങ്കിൽ മദറിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യൻ എന്നാ. ഇത് കണ്ടത് ഒന്നുകൂടെ നോക്കി. തന്റെ കണ്ണിന്റെ കുഴപ്പമാണ്, അല്ല, താൻ കണ്ടത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ. അപ്പൊ അമ്മ വിജയലക്ഷ്മി അമ്മയായിരുന്നോ? വിജയലക്ഷ്മി മാഡമായിരുന്നോ ഗോവിന്ദ് സാറിന്റെ അമ്മ? താനിത് അറിഞ്ഞില്ലല്ലോ. ഒരു നിമിഷം ഗീതുവിന് എന്താ സംഭവിക്കുന്ന പോലും അറിയത്തില്ലാത്ത അവസ്ഥയായി, സമനില തെറ്റുപോലെ അവസ്ഥയായി ഗീതു. അതിലേക്ക് തന്നെ കുറെ സമയം ഇങ്ങനെ നോക്കിയിരുന്നു. കണ്ണ് രണ്ടും നിറഞ്ഞു ഒഴുകുക. അപ്പൊ ഇത്രയും കാലം ഇവരെല്ലാരും കൂടി തന്നെ ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഗോവിന്ദ് സാറും വിജയലക്ഷ്മിയും പടം ചേർന്ന് ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു പക്ഷെ ഇതായിരിക്കും അജാസിക്ക പറഞ്ഞ. അജാസിക്ക ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പറഞ്ഞത് ഫയലെടുത്ത് നോക്കാനായിട്ട്. പക്ഷേങ്കിൽ അപ്പൊ തനിക്കത് നോക്കാൻ തോന്നില്ല. തന്റെ മനസ്സിൽ പോലും ഇങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. എന്റെ മകനെ താൻ എന്തായി കാണുന്നത്? അപ്പൊ ഇതായിരിക്കും അജാസിക്ക പറഞ്ഞ ആ വലിയ രഹസ്യം. അവരുടെ ഉള്ളിൽ ഒരു വലിയ രഹസ്യം കാണുമായിരിക്കും. അത് പറയാൻ മടിയായതുകൊണ്ടായിരിക്കും പെങ്ങളെ നിങ്ങൾ അകറ്റി നിർത്തുക എന്നുള്ള കാര്യം. അപ്പൊ ഈ രഹസ്യം ഒരിക്കലും താൻ അറിയരുത്. അപ്പൊ അമ്മയായിട്ടാണോ ഗോവിന്ദ് സാർ അവരെ അകറ്റി നിർത്തിക്കൊണ്ടിരുന്നത്? അപ്പൊ അതിന് വേണ്ടി എന്തോ ഒരു കാര്യമുണ്ട്. അതായിരിക്കും രാധികാമ്മ അവരും തമ്മിലുള്ള ഈ വഴക്കിനെല്ലാം കാരണം. അങ്ങനെ ആ രഹസ്യങ്ങളുടെ വലിയ കലവറ ഗീതുവിന്റെ മുന്നിൽ തുറക്കുവാണ്. ഗീതു ഒരു നിമിഷം, ഗീതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് വിജയലക്ഷ്മി മാഡത്തിന്റെ അടുത്തേക്ക് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. എന്നാലേ തന്നെ മനസ്സിന്റെ സമാധാനമുള്ളൂ. അവരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഒരു കാര്യം ചെയ്യാം, അവരെ ആദ്യം ഒന്ന് ഫോൺ വിളിക്കാം. ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാം, അതല്ലേ നല്ലത്. ആകെപ്പാടെ സമനില തെറ്റിയ പോലെ അവസ്ഥയിലായിരുന്നു ഗീതു. പിന്നീട് ഗീതു നേരെ വിജയലക്ഷ്മിനെ ഫോൺ വിളിക്കുകയാണ്. ഗീതുവിന്റെ ഫോണിന് കോള് കണ്ടതും വിജയലക്ഷ്മിക്ക് വല്ലാത്ത ടെൻഷനായി. പാവം, താൻ അവളെ ഒത്തിരി നോവിച്ചു, സങ്കടപ്പെട്ട് പോയിരുന്ന് വിളിക്കുന്നതായിരിക്കും. ആ ഒരു ചിന്തയാണ് വിജയലക്ഷ്മിയുടെ ഉള്ളിലുണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി കോടുത്തു. ഹലോ ഗീതു എന്ന് പറയണം. ഗീതു, അപ്പൊ ആ പേര് നിങ്ങൾ മറന്നിട്ടല്ലേ അല്ലേന്ന് ചോദിക്കണം. അതെനിക്ക് മറക്കാൻ പറ്റുമോ മോളെ? നീ എന്തൊക്കെയാ പറയണേ? അങ്ങനെയൊന്നും അല്ല മുമ്പേ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ അവിടുന്ന് പറഞ്ഞു വിടാൻ വല്ല ധൃതിയായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അത് മോളെ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയാം നിങ്ങൾ എന്നെ അവിടെ നിന്ന് അത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടതിന്റെ കാരണം എന്താന്ന്. നിങ്ങൾ എന്നെ ഒഴിവാക്കിയതിന്റെ കാരണം എനിക്ക് മനസ്സിലായെന്ന് പറയാം. മോളെ ഗീത, നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നോട് സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ രഞ്ജുവിനെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുവാണെങ്കിൽ നിങ്ങൾ ആ സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയാന്ന്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യം എന്താന്ന്. പക്ഷെ ഇനി അത് പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? അത് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ രഹസ്യം എന്റെ മുന്നിൽ കിട്ടിയെന്ന് പറയണം. ഒരു നിമിഷം വിജയലക്ഷ്മിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി. എന്താ മോളെ നീ പറയണേ? സത്യമായിട്ടുള്ള കാര്യങ്ങളാ. ഞാൻ ആ രഹസ്യം പറഞ്ഞു. നിങ്ങളല്ലേ ഗോവിന്ദ് സാറിന്റെ അമ്മേന്ന് ചോദിക്കുകയാണ്. വിജയലക്ഷ്മിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ എങ്ങനെ ഇത് അറിഞ്ഞത് മാത്രം അറിയത്തില്ല. പെട്ടെന്ന് ഇത്ര പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് ഫോൺ വെക്കുകയും ചെയ്തു. തകർന്ന തരിപ്പണമായിട്ട് വിജയലക്ഷ്മി ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും കാലം എന്താണോ അവൾ അറിയരുതെന്ന് ആഗ്രഹിച്ച ആ കാര്യം അറിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം, അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷനായിപ്പോയി. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജു അങ്ങോട്ട് വരുന്നത്. രഞ്ജു വന്നിട്ട് ചോദിച്ചു, അമ്മ എന്ത് പറ്റിയമ്മേ? അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഓ, ഗീത് പോയതിന്റെ വിഷമമായിരിക്കില്ലേ? അതൊന്നും കുഴപ്പമില്ലെന്നേ. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയോളാം. ദേ, അധികം വൈകാതെ തന്നെ അമ്മയുടെ അടുത്ത് അവളെ ഞാൻ എത്തിക്കാം. ആ സമയത്ത് രഹസ്യങ്ങളെല്ലാം, അമ്മയുടെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം അവൾ അറിഞ്ഞിരിക്കും. എന്താ രഹസ്യമെന്ന് അറിയാലോ? അതായത് അവളുടെ അമ്മായിമ്മയാ എൻ്റെ ഈ ഇരിക്കുന്ന അമ്മ എന്നുള്ള രഹസ്യം. അതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റായിക്കോളും. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പം അറിയാലോ, ഇതൊക്കെ ഗോവിന്ദേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞ്.
അമ്മ എന്നോട് ക്ഷമിക്കമ്മയെന്ന് പറയണം. ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോൾ ആരും പറയേണ്ട ആവശ്യമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയണം. പെട്ടെന്ന് രഞ്ജു ചോദിച്ചു, അമ്മ എന്താ പറയണേ? അതെ, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു. ഞാനാ ഗോവിന്ദന്റെ അമ്മയെന്നുള്ള കാര്യം അവൾ അറിഞ്ഞെന്ന് പറയണം. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാം രഞ്ജു ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗീതു കടന്നു വരുന്നത്. ഗീതുവിനെ കണ്ടതും വിജയലക്ഷ്മി രഞ്ജു ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു പോയി. ഗീതു അപ്പം രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണ്. ഇനി അവൾ എന്താ പറയണേ, എന്താ ചെയ്യാൻ പോകുന്നും പറയാൻ പറ്റില്ല. അവൾ പറയുന്നതെല്ലാം കേൾക്കാൻ നിവൃത്തിയുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.